ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വെൽക്കം ടു ആർടി. അപ്പൊ ഇന്ന് നമ്മുടെ എത്രാമത്തെയാണ്? ഓക്കെ, അപ്പൊ ന്യൂസാപ്പനിയുടെ സെക്കൻഡ് ഡേയിലെ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ കൂടുതലും കവർ ചെയ്യുന്ന ബീച്ചസ് ആണ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ബീച്ചസ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ബീച്ചസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബ്രോക്കൺ ബീച്ചാണ്. ബ്രോക്കൺ ബീച്ചും ഏഞ്ചൽ ബിലാബോങ്ങും ഏകദേശം അടുത്തടുത്താണ് അത് കാണിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് സ്പോട്ട്, എനിക്ക് തോന്നുന്നു 2 വ്യൂ എന്നുള്ള രീതിക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ കാണാം. എത്തി അന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയിട്ട് ഇവിടെ പിന്നെ വരുന്ന വഴി കുറച്ച് കുണ്ടും കുഴിയാണെന്നേ ഉള്ളൂ. പകുതി വരെ ഓക്കെയാണ് ടാറിട്ട റോഡ്. അത് കഴിഞ്ഞ് ഇതിലോട്ട് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കുണ്ടും കുഴിയുള്ള സ്ഥലം കേട്ടോ. അപ്പം നല്ലപോലെ വണ്ടിയൊക്കെ ഓടിക്കാവുന്നവർ സൂപ്പറായിട്ട് ഓടിച്ചൊക്കെ വരിക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഞ്ചൽസ് ബിലാബോങ് അങ്ങോട്ടും ബ്രോക്കൺ ബീച്ച് ഇങ്ങോട്ടും, രണ്ടും ഓൾമോസ്റ്റ് സെയിം സ്പോട്ട് തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല, ചുമ്മാ കുറച്ച് കാണാൻ രണ്ട് വ്യൂ പോയിൻറ്റ്സ് എന്നുള്ള രീതിക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ബീച്ചസ് കവർ ചെയ്യുന്നുണ്ട്, ഏഞ്ചൽസ് ബിലാബോങ്ങും ബ്രോക്കൺ ബീച്ചും. ഇവിടെ ആക്ച്വലി ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പം ഭയങ്കര റിസ്കി സ്ഥലമായതുകൊണ്ട് അവരിവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുക. അതുകൊണ്ട് ഇവിടെ ഇപ്പം കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്തോ അങ്ങോട്ടാണ്. എൻ്റെ ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നും ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. തെന്നി തറയി വീണാൽ തറയിൽ കിടക്കും, തലയിടിച്ച് കിടക്കും. ബ്രോക്കൺ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ബീച്ചാണെന്ന് തോന്നുന്നു. ഇനി വേറെ വല്ല വഴിയിൽ പോയി എത്തുമെന്ന് അറിഞ്ഞൂടാ. എല്ലാവരും പോകുന്നു, കൂടെ നമ്മളും പോകുന്നു. എല്ലാം ഇതാണ് ബ്രോക്കൺ ബീച്ചിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് ആ ബ്രോക്കൺ ബീച്ചിൻ്റെ വ്യൂ. നേരത്തെ അതിൻ്റെ ഒരു പോർഷനാട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. അവിടെ നിന്നാണ്, ആ സ്പോട്ടിൽ നിന്നാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ പോലെ ഇങ്ങനെ വരും, വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്ന പോലെ. കുഞ്ഞിതായിട്ടേ കിട്ടുള്ളെങ്കിലും പക്ഷെ നല്ല രസമാണ്. ഇതിൻ്റെ മേളിൽ എന്താണ് ക്ലിഫ് ജമ്പ് നമുക്ക് താഴെ നോക്ക്. പക്ഷെ ഈ ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ? ശരി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ക്രിസ്റ്റൽ ബേ ബീച്ചിലാണ്. അപ്പം ഇവിടെയാണ് ആക്ച്വലി സ്നോർക്കിലിംഗ് ഒക്കെ ചെയ്യാനൊക്കെ എല്ലാവരും ഇങ്ങനെ വരുന്നത്. വെള്ളം വന്നേ. എന്തൊരു തണുപ്പാ. ഇങ്ങോട്ട് നോക്കോ. ആദ്യമായിട്ട് ഷൂസൊക്കെ ഊരിതാ വെള്ളം നനയ്ക്കാൻ വേണ്ടി വന്നിരിക്കുക. അഹങ്കാരത്തോടെ ഷൂസിന് വണ്ടി വെച്ചിട്ട് അതെ കേട്ടോ, കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ബീച്ചിലോട്ട് പോവാം. ഇത് നല്ല വെള്ളം കേട്ടോ. ഞാൻ നിന്നെ കാണിച്ചിട്ട് പറഞ്ഞു നീ നമ്മളിവിടെ എത്തിന്ന്.
നല്ല ബീച്ച് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബീച്ച്. ഇപ്പം നമ്മൾ ഡയമണ്ട് ബീച്ചിൽ ഇറങ്ങിയിരുന്നു. ഡയമണ്ട് അല്ലല്ലോ, ബ്രോക്കൺ ബീച്ച്. സോറി അതെ. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ബേയിലെത്തി. അപ്പം ഇവിടെ ആക്ച്വലി നമുക്ക് ബീച്ചിൽ ഇറങ്ങാം. മറ്റു നമുക്ക് മേളിൽ നിന്ന് കാണാനല്ലേ പറ്റുള്ളൂ ബ്രോക്കൺ ബീച്ചൊക്കെ. ഇതൊക്കെ അപ്പോൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങി കുറച്ച് നേരം കാലൊക്കെ നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി 2 സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതോടെ കവർ ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഞാൻ കുറച്ച് വ്യൂസ് കാണിച്ചു. അതെ, ഇവിടെ സ്നോർക്കലിങ്ങിനൊക്കെ പറ്റിയ ബീച്ചാണ്. ഭയങ്കര ക്ലിയർ വാട്ടറാണ് ഇവിടെ.